വിക്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തൊക്കെ കനത്ത മഴയാണ്. അതുകൊണ്ട് അതിന്റെ തീരപ്രദേശങ്ങളിലുള്ളവരൊക്കെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. അതെ, ഷട്ടർ തുറക്കാൻ ഉള്ള ഇത്. അപ്പോൾ എങ്ങനെയാണ് മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ? ഏതൊക്കെ മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്? നാശനഷ്ടങ്ങൾ എങ്ങനെ ഈ ഗ്രാമീണ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ടോ? നാശനഷ്ടങ്ങൾക്ക് ഗ്രാമീണ മേഖലയിലും അതോടൊപ്പം തന്നെ ഈ നഗരപ്രദേശങ്ങളിലും ഒരുപോലെ നാശനഷ്ടമുണ്ടായി എന്ന് പറയാം. ഇന്നിപ്പോൾ രാവിലെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിന് തൊട്ട് മുന്നിൽ നിന്നൊരു മരം അവിടെ മറിഞ്ഞു വീണു. ഒരുപാട് പഴക്കമുള്ളൊരു മരമായിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപാണ് അത് മറിച്ചു മാറ്റിയത്. അത് അല്ലാതെ ഇന്നൊരു രാവിലെ 5 മണി മുതൽ ഇങ്ങോട്ട് മറ്റ് അപകടങ്ങളുടെ വാർത്തകളൊന്നും വരുന്നില്ല. ഇന്നലെ രാത്രി ഉണ്ടായ അപകടങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹരി നിൽക്കുന്ന സ്ഥലത്തടക്കമുള്ള അപകടം രാത്രി ഉണ്ടായതാണ്. ഇതിപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ചാക്കയിലടക്കം വെള്ളക്കെട്ടുണ്ടായിരുന്നു. ചാക്കയിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് കുറേ കാലമായി അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് റോഡുകളുമായി ബന്ധപ്പെട്ട് കിടന്ന ചില സ്ഥലങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നേരിയ തോതിലുള്ള വെള്ളക്കെട്ട് രാവിലെ ഉണ്ടായി എന്നത് മാറ്റി നിർത്തിയാൽ തലസ്ഥാനത്ത് കാര്യമായൊരു പ്രശ്നം, നഗരത്തിൽ ഒരു പ്രശ്നം നേരിടുന്നില്ല. പക്ഷേ നെയ്യാറ്റിൻകര അടക്കമുള്ള പാറശാല അടക്കമുള്ള നെടുമങ്ങാട് അടക്കമുള്ള മേഖലകളിലൊക്കെ മഴ ഇപ്പോഴും ഇടവിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തലസ്ഥാനത്ത് നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അത്യാവശ്യം മഴ മാറി നിൽക്കുന്നു. കഴിഞ്ഞ കുറേ നേരമായി ഒരു 8 മണി 9 മണി സമയത്തോടു കൂടി മഴ പൂർണ്ണമായും അവസാനിച്ചു. അതിനുശേഷം ഇപ്പോൾ വെയിൽ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ യെല്ലോ അലർട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അങ്ങനെ ഒരു അവസ്ഥ ഇന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് ആശങ്കയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്നത്. മലയോര മേഖലയിലാണെങ്കിൽ ഈ മരം കടപുഴകി വീണാണ് കൂടുതൽ അപകടങ്ങളും ഉണ്ടായത്. 42 വീടുകൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ 100-ലധികം ഇടങ്ങളിൽ മരം കടപുഴകി വീണിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നു. മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണം. സൈബ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രസ് ക്ലബിന് മുന്നിൽ മരം കടപുഴകി വീണ ഇടത്താണ് സൈബ നിൽക്കുന്നത്. സൈബ, അവിടുത്തെ സാഹചര്യം എന്താണ്? ഗതാഗത തടസ്സം നീക്കിയിട്ടുണ്ടോ? വലിയ കാലപ്പഴക്കമുള്ള മരമാണ് എന്നുള്ളതാണ് അമൽ പറഞ്ഞു കേട്ടത്. അതെ മാധു, ഇപ്പോൾ ഇവിടെ ഗതാഗതമൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും മരം നമുക്കത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വലിയ മരമായിരുന്നു പ്രസ് ക്ലബിന് മുകളിലേക്ക് വീണത്. പ്രസ് ക്ലബിൻ്റെ കെട്ടിടത്തിന് കാര്യമായ പരിക്കൊന്നുമില്ല. അതിന് മുകളിലെ റൂഫിംഗ് ഷീറ്റിന് ചെറിയൊരു തകരാറെന്നല്ലാതെ കാര്യമായി പറയാൻ പരിക്കുകളൊന്നുമില്ല. എങ്കിലും അതിന് മുന്നിലുണ്ടായിരുന്ന പോസ്റ്റിനും വൈദ്യുതി കമ്പികൾക്കും മുകളിലേക്കാണ് ഈ മരം വീണത്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല. KCBയുടെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. 2 മണിക്കൂറോളം നീണ്ട ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ പരിശ്രമത്തിനൊടുവിലാണിപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്.